ബാബിലോണിലെ ഏറ്റവും ധനികൻ 8000 വർഷങ്ങൾക്ക് മുമ്പ് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ലോകം കണ്ട ഏറ്റവും സമ്പന്നമായ നഗരം നിലനിന്നിരുന്നു. ബാബിലോൺ. അവിടുത്തെ കോട്ടമതിലുകൾ ആകാശം മുട്ടിനിന്നു. ഉദ്യാനങ്ങൾ ലോകാത്ഭുതമായി വാഴ്ത്തപ്പെട്ടു. സമ്പത്തിന്റെ പ്രവാഹമായിരുന്നു ആ നഗരം. എന്നാൽ എല്ലാ സമ്പത്തും എവിടെ നിന്നു വന്നു? രാജാവിന്റെ ഖജനാവിൽ നിന്നോ? ദേവാലയങ്ങളുടെ നിധിശേഖരങ്ങളിൽ നിന്നോ? അല്ല. ആ നഗരത്തിന്റെ യഥാർത്ഥ ശക്തി അവിടുത്തെ ജനങ്ങളുടെ സാമ്പത്തിക ജ്ഞാനമായിരുന്നു. ബാബിലോണിയർ പണത്തിന്റെ നിയമങ്ങൾ കണ്ടെത്തിയിരുന്നു. അവർ ആദ്യമായി പണം ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, വളരാനും വർദ്ധിക്കാനും ഉപയോഗിച്ചു. ഈ പുസ്തകം ആരംഭിക്കുന്നത് 2 സുഹൃത്തുക്കളുടെ കഥയിൽ നിന്നാണ്, ബൻസീറും കോബിയും. ഒരു കാലത്ത് അവർ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാണ്. 2 പേരും ഒരേ വിദ്യാലയത്തിൽ പഠിച്ചു, ഒരേ കളികൾ കളിച്ചു, ഒരേ സ്വപ്നങ്ങൾ കണ്ടു. പ്രായമായപ്പോൾ അവർ വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിച്ചു. ഇപ്പോൾ ബൻസീർ ധനികനാണ്, ബാബിലോണിലെ ഏറ്റവും വലിയ വ്യാപാരികളിൽ ഒരാൾ. കോബി അതേ പഴയ കഷ്ടപ്പാടിലാണ്. വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്യുന്നു, പക്ഷെ കയ്യിൽ പണമില്ല. ഒരു ദിവസം കോബി ബൻസീറിന്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, "നമ്മൾ ഒരുമിച്ചാണ് തുടങ്ങിയത്. ഞാൻ നിന്നേക്കാൾ കഠിനമായി ജോലി ചെയ്തു. എന്റെ കൈകൾ നിന്റേതിനേക്കാൾ കഠിനമാണ്. പക്ഷേ നീ ധനികൻ, ഞാൻ ദരിദ്രൻ. എന്താണ് നിന്റെ രഹസ്യം?" ബൻസീർ പറഞ്ഞു, "നീ ജോലി ചെയ്തു, പക്ഷെ നിന്റെ പണം നിനക്ക് വേണ്ടി ജോലി ചെയ്തില്ല. ഞാൻ പണത്തിന്റെ നിയമങ്ങൾ പഠിച്ചു." കോബി ആവശ്യപ്പെട്ടു, "എന്നെ ആ നിയമങ്ങൾ പഠിപ്പിക്കൂ." ബൻസീർ പറഞ്ഞു, "ഞാൻ നിന്നെ പഠിപ്പിക്കാം, പക്ഷെ ഞാനല്ല ഈ നിയമങ്ങളുടെ ഉറവിടം." ബാബിലോണിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ അർക്കാദ് എന്ന മഹാൻ, അദ്ദേഹമാണ് ഈ നിയമങ്ങൾ എന്നെ പഠിപ്പിച്ചത്. നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാം. അങ്ങനെ അവർ അർക്കാദിന്റെ കൊട്ടാരത്തിലെത്തി. വയസ്സായിരുന്നു, പക്ഷേ കണ്ണുകളിൽ തിളക്കമുണ്ടായിരുന്നു. അർക്കാദ് അവരെ സ്വീകരിച്ചു. രാജാവിന്റെ അഭ്യർത്ഥന പ്രകാരം 100 കണക്കിന് ആളുകൾക്ക് മുന്നിൽ പണത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ഒരുങ്ങി. ഈ രഹസ്യങ്ങൾ 7 നിയമങ്ങളായി അദ്ദേഹം ക്രോഡീകരിച്ചു. ലോകം ഇന്നുവരെ കണ്ട ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ശക്തവുമായ സാമ്പത്തിക തത്വങ്ങൾ. 1-ാമത്തെ നിയമം, നിങ്ങളുടെ വരുമാനത്തിന്റെ 10-1 സ്വയം നൽകുക. അർക്കാദ് പറഞ്ഞു, ഓരോ തവണ നിങ്ങളുടെ കയ്യിൽ 10 നാണയങ്ങൾ വരുമ്പോൾ അതിൽ 9 മാത്രം ചെലവഴിക്കുക. ഒരു നാണയം മാറ്റിവെക്കുക. ഇത് കേട്ടപ്പോൾ സദസ്സിൽ നിന്നൊരു ചോദ്യമുയർന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നതുകൊണ്ട് തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് 10-1 മാറ്റിവെക്കുക? അർക്കാദ് മറുപടി പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ കുറച്ച് നാണയങ്ങൾ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലേ? 10-9 നാണയങ്ങൾ കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ബാക്കിയുള്ളത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കുക. ഇത് വളരെ ലളിതമായൊരു നിയമമാണ്, പക്ഷേ ഈ ലാളിത്യത്തിലാണ് അതിന്റെ ശക്തി. മിക്ക ആളുകളും ചെയ്യുന്നത് എല്ലാ ചെലവുകളും കഴിഞ്ഞ് ബാക്കി വരുന്നത് ലാഭിക്കാനായി മാറ്റിവെക്കുക എന്നതാണ്. എന്നാൽ ബാക്കി വരില്ല, കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും നമ്മുടെ വരുമാനത്തിനൊപ്പം വളരുന്നു. അതുകൊണ്ട് ബാക്കി വരാൻ സാധ്യതയില്ല. ആദ്യം 10-1 മാറ്റിവെക്കുക, എന്നിട്ട് ബാക്കി കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ഇതാണ് യഥാർത്ഥ ജ്ഞാനം. നിങ്ങൾ ഒരു ദിവസം 100 രൂപ സമ്പാദിക്കുന്ന ഒരു തൊഴിലാളിയാണെന്ന് കരുതുക. അതിൽ 10 രൂപ മാറ്റിവെക്കുക. 90 രൂപ കൊണ്ട് ജീവിക്കുക. ആ 10 രൂപ ഇനി നിങ്ങളുടേതല്ല, അത് നിങ്ങളുടെ ഭാവിയുടേതാണ്, നിങ്ങളുടെ വാർദ്ധക്യത്തിൻ്റെതാണ്, നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിൻ്റെതാണ്. ആ 10 രൂപ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. 2-ാമത്തെ നിയമം, നിങ്ങളുടെ ചെലവുകൾ നിയന്ത്രിക്കുക. അർക്കാദ് പറഞ്ഞു, മനുഷ്യരുടെ ആഗ്രഹങ്ങൾ അനന്തമാണ്. നമുക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. അതിനാൽ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിൽ വേർതിരിച്ചറിയാൻ പഠിക്കുക. നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച പണം എന്തിനാണ് ചെലവഴിക്കുന്നതെന്ന് എഴുതിവെക്കുക. ഓരോ ചെലവും പരിശോധിക്കുക. ഇത് ശരിക്കും ആവശ്യമാണോ, അതോ വെറും ആഗ്രഹം മാത്രമാണോ? ബഡ്ജറ്റിംഗിന്റെ ഏറ്റവും ലളിതമായ നിർവചനമാണിത്. ബഡ്ജറ്റ് എന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ഉപകരണമാണ്. അത് നിങ്ങളുടെ ചെലവുകളെ നിങ്ങളുടെ വരുമാനവുമായി പൊരുത്തപ്പെടുത്തുന്നു. അത്യാവശ്യങ്ങളെ അനാവശ്യങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നു. ബഡ്ജറ്റ് നിങ്ങളുടെ പണത്തിന്റെ മേൽ നിങ്ങൾക്ക് നിയന്ത്രണം നൽകുന്നു, അല്ലാതെ പണം നിങ്ങളുടെ മേൽ നിയന്ത്രണം നേടുന്നതല്ല. അർക്കാദ് ഈ നിയമം വിശദീകരിക്കാൻ ഒരു രസകരമായ ഉദാഹരണം പറഞ്ഞു. ഒരു കർഷകന്റെ കഥ. കർഷകന് ഒരു കഴുതയുണ്ടായിരുന്നു. ആ കഴുതയ്ക്ക് ദിവസവും ഒരു നിശ്ചിത അളവ് തീറ്റ മാത്രമേ ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ കൊടുത്താൽ കഴുതയ്ക്ക് ദഹനക്കേടുണ്ടാകും. പണവും അങ്ങനെ തന്നെ. ഒരു നിശ്ചിത അളവിൽ കൂടുതൽ ചെലവഴിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക ആരോഗ്യം തകരും. ഓരോരുത്തർക്കും അവരവരുടെ ശേഷിക്കനുസരിച്ചുള്ള ചെലവഴിക്കൽ പരിധി നിശ്ചയിക്കണം. അത് ലംഘിക്കരുത്. 3-ാമത്തെ നിയമം, നിങ്ങളുടെ പണം ജോലി ചെയ്യിക്കുക. ഇത് വളരെ നിർണായകമായൊരു നിയമമാണ്. ആദ്യത്തെ നിയമത്തിലൂടെ നിങ്ങൾ 10-1 മാറ്റിവെച്ചു. എന്നാൽ അത് വെറുതെ മാറ്റിവെച്ചാൽ പോരാ, ആ പണം ജോലി ചെയ്യണം. കുട്ടികളെപ്പോലെ പണവും വളരണം. ഓരോ നാണയവും ഒരു ജോലിക്കാരനാണ്. ആ ജോലിക്കാരന് കൂടുതൽ ജോലിക്കാരെ കൊണ്ടുവരാൻ കഴിയും. ഈ കുട്ടി ജോലിക്കാരെ നിങ്ങൾ പലിശ എന്ന് വിളിക്കുന്നു. അർക്കാദ് പറഞ്ഞു, ഒരു നാണയം സ്വയം വളരുകയില്ല. നിങ്ങൾ അതിനെ നിക്ഷേപിക്കണം, കടം നൽകണം, ബിസിനസ്സിൽ പങ്കാളിയാകണം.
ഭൂമി വാങ്ങണം, എന്തെങ്കിലും ചെയ്യണം. അതുവഴി ആ നാണയം കൂടുതൽ നാണയങ്ങളെ ഉൽപ്പാദിപ്പിക്കട്ടെ. ഇതാണ് നിഷ്ക്രിയ വരുമാനത്തിന്റെ ആശയം. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ പണം ജോലി ചെയ്യുന്നു. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും അത് ജോലി ചെയ്യുന്നു. നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും അത് ജോലി ചെയ്യുന്നു. നിങ്ങളുടെ പണം ഒരിക്കലും വിശ്രമിക്കുന്നില്ല. അതെപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നു. അർക്കാദിന്റെ ഒരു ശിഷ്യനായ ഒരു കഥയുണ്ട്. അയാൾ 1 വർഷം 10 മാറ്റിവെച്ചു. ആ പണം ഒരു ഇഷ്ടിക നിർമ്മാതാവിന് കടം കൊടുത്തു. ഇഷ്ടിക നിർമ്മാതാവ് ആ പണം ഉപയോഗിച്ച് കൂടുതൽ ഇഷ്ടികകൾ നിർമ്മിച്ചു, വിറ്റു, ലാഭമുണ്ടാക്കി. ആ ലാഭത്തിന്റെ ഒരു ഭാഗം ആ ശിഷ്യന് പലിശയായി നൽകി. ശിഷ്യൻ ആ പലിശ വീണ്ടും നിക്ഷേപിച്ചു. പിന്നെയും പലിശ, പിന്നെയും നിക്ഷേപം. കാലം കഴിയുന്തോറും ആ ചെറിയ തുക ഒരു വലിയ സമ്പത്തായി വളർന്നു. ഇതാണ് ചക്രവർദ്ധിത പലിശയുടെ മാജിക്ക്. 4ാമത്തെ നിയമം: നിങ്ങളുടെ മൂലധനം സംരക്ഷിക്കുക. അർക്കാദ് മുന്നറിയിപ്പ് നൽകി. നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഈ നിക്ഷേപം. അത് നഷ്ടപ്പെടാൻ പാടില്ല. ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്യുന്ന പദ്ധതികളിൽ ആകൃഷ്ടരാകരുത്. ആകാശത്തോളം ഉയരമുള്ള വരുമാനം വാഗ്ദാനം ചെയ്യുന്നവർ മിക്കവാറും നിങ്ങളുടെ മൂലധനം അപഹരിക്കാനാണ് ശ്രമിക്കുന്നത്. നിക്ഷേപിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ പണം തിരികെ ലഭിക്കുമെന്ന് ഉറപ്പാക്കുക. ഈ നിയമത്തിന്റെ ഭാഗമായി അർക്കാദ് ചില സുപ്രധാന ഉപദേശങ്ങൾ നൽകി. 1. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ബിസിനസ്സിൽ നിക്ഷേപിക്കരുത്. 2. നിങ്ങളുടെ പണം സൂക്ഷിക്കുന്നതിൽ വിദഗ്ധരായ ആളുകളുടെ ഉപദേശം തേടുക. 3. റിസ്ക് പൂർണ്ണമായും ഒഴിവാക്കാനാകില്ല, പക്ഷെ അത് നിയന്ത്രിക്കാനാകും. 4. വളരെ വേഗത്തിൽ ധനികനാകാമെന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കരുത്. സമ്പത്ത് ഒരു മരം പോലെയാണ്. അത് സാവധാനമാണ് വളരുന്നത്. ഒറ്റ രാത്രി കൊണ്ട് വളരുന്ന വൃക്ഷങ്ങളില്ല. ഒരു ഉപമയിലൂടെ അർക്കാദ് ഇത് വിശദീകരിച്ചു. ഒരു കിലുക്കക്കാരനുണ്ടായിരുന്നു. അയാൾ ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ പണം എനിക്ക് തരൂ, ഞാനൊരു രാത്രി കൊണ്ട് അത് ഇരട്ടിയാക്കി തരാം. പലരും വിശ്വസിച്ചു. കാരണം അയാൾ വാഗ്ദാനം ചെയ്തത് അവർ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ ആ മനുഷ്യൻ അവരുടെ പണവുമായി അപ്രത്യക്ഷനായിരുന്നു. അത്യാഗ്രഹം ബുദ്ധിയെ മറയ്ക്കുന്നു. ബുദ്ധി നഷ്ടപ്പെട്ടാൽ പണവും നഷ്ടപ്പെടും. 5ാമത്തെ നിയമം: നിങ്ങളുടെ വാസസ്ഥലം ഒരു ലാഭകരമായ നിക്ഷേപമാക്കുക. അർക്കാദ് പറഞ്ഞു, ഓരോ മനുഷ്യനും സ്വന്തമായി ഒരു വീടുണ്ടായിരിക്കണം. വാടക നൽകുന്നത് മറ്റൊരാളുടെ വീടിനാണ്. സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോൾ നിങ്ങൾ സ്വയം നിക്ഷേപിക്കുകയാണ്. കാലക്രമേണ വീടിന്റെ മൂല്യം വർദ്ധിക്കും. അത് നിങ്ങളുടെ ആസ്തിയാകും. കൂടാതെ സ്വന്തം വീട്ടിൽ താമസിക്കുന്നതിലൂടെ ലഭിക്കുന്ന മനഃസമാധാനം വിലമതിക്കാനാകാത്തതാണ്. ഇത് ഇന്നത്തെ ഭവന വായ്പാ സങ്കല്പത്തിന്റെ പുരാതന രൂപമാണ്. നിങ്ങൾ വാടക നൽകുന്നതിന് പകരം ആ പണം നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്കുള്ള നിക്ഷേപമായി മാറുന്നു. ആദ്യം കടമുണ്ടാകും. എന്നാൽ ആ കടം ക്രമേണ കുറഞ്ഞുവരികയും വീടിന്റെ മൂല്യം കൂടി വരികയും ചെയ്യും. ഒരു ഘട്ടത്തിൽ കടം പൂർണ്ണമായും തീരും. വീട് പൂർണ്ണമായും നിങ്ങളുടേതാകും. അത് നിങ്ങളുടെ ആസ്തി നിരയിൽ ഒരു വലിയ ഇനമായി മാറും. ഇത് സമ്പത്ത് ശേഖരണത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. 6ാമത്തെ നിയമം: ഭാവിയിലെ വരുമാനം ഉറപ്പാക്കുക. അർക്കാദ് പറഞ്ഞു, യൗവനം എന്നേക്കും നിലനിൽക്കില്ല. ജോലി ചെയ്യാനുള്ള കഴിവ് ഒരിക്കൽ കുറഞ്ഞുവരും. അപ്പോൾ ജീവിക്കാൻ എന്താണ് മാർഗം? അതിനാൽ ഇപ്പോൾ തന്നെ ഭാവിയിലേക്ക് വേണ്ട നിക്ഷേപങ്ങൾ ആരംഭിക്കുക. വാർദ്ധക്യകാലത്തേക്ക് പണം കരുതിവെക്കുക. കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുക. ഇത് ആധുനിക റിട്ടയർമെന്റ് പ്ലാനിങ്ങിന്റെ പുരാതന പതിപ്പാണ്. പെൻഷൻ ഫണ്ടുകൾ, ഇൻഷുറൻസ് പോളിസികൾ, ദീർഘകാല നിക്ഷേപങ്ങൾ, ഇവയെല്ലാം ഈ തത്വത്തിന്റെ ആധുനിക രൂപങ്ങളാണ്. അർക്കാദിന്റെ കാലത്ത് ആളുകൾ ഭൂമി വാങ്ങിയിരുന്നു, അല്ലെങ്കിൽ വിശ്വസ്തരായ ബിസിനസ് പങ്കാളികളുമായി നിക്ഷേപിച്ചിരുന്നു. ഇന്ന് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റോക്കുകളും ബോണ്ടുകളും റിയൽ എസ്റ്റേറ്റുമുണ്ട്. രൂപങ്ങൾ മാറി, പക്ഷെ തത്വം അതേപടി നിലനിൽക്കുന്നു. 7ാമത്തെ നിയമം: പണം സമ്പാദിക്കാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുക. അർക്കാദ് പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തി നിങ്ങളുടെ ബുദ്ധിയാണ്, നിങ്ങളുടെ കഴിവുകളാണ്, നിങ്ങളുടെ അറിവാണ്. ഇവ മെച്ചപ്പെടുത്തുന്നതിനായി നിരന്തരം പരിശ്രമിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക. കൂടുതൽ വൈദഗ്ധ്യം നേടുക. നിങ്ങളുടെ തൊഴിലിൽ മികവ് പുലർത്തുക. അങ്ങനെ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക. കൂടുതൽ സമ്പാദിക്കുമ്പോൾ ആദ്യത്തെ നിയമം അനുസരിച്ച് കൂടുതൽ നിക്ഷേപിക്കാൻ കഴിയും. ഇതാണ് ഏറ്റവും അവഗണിക്കപ്പെടുന്ന നിയമം. ആളുകൾ ചെലവ് കുറയ്ക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. രണ്ടും പ്രധാനമാണ്. നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ ചെലവ് കുറയ്ക്കുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പരിധിയില്ല. അതിനാൽ നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിൽ നിക്ഷേപിക്കുക. പുസ്തകങ്ങൾ വായിക്കുക, കോഴ്സുകൾ ചെയ്യുക, പുതിയ ഭാഷകൾ പഠിക്കുക, സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കുക. ഇതെല്ലാം നിങ്ങളുടെ സമ്പാദനശേഷി വർദ്ധിപ്പിക്കും. കടത്തിന്റെ പാഠം: ഈ 7 നിയമങ്ങൾക്ക് പുറമെ അർക്കാദ് കടത്തെക്കുറിച്ചും വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. കടം ഒരു അടിമത്തമാണെന്ന് അദ്ദേഹം പറയുന്നു.
നിങ്ങൾ കടം വാങ്ങുമ്പോൾ നിങ്ങളുടെ ഭാവി വരുമാനം നിങ്ങൾ വിൽക്കുകയാണ്. കടം കൊടുക്കുന്നവർ നിങ്ങളുടെ യജമാനന്മാരാകുന്നു. അവർക്ക് നിങ്ങളുടെ സമയത്തിന്മേലും അധ്വാനത്തിന്മേലും അധികാരം ലഭിക്കുന്നു. അതിനാൽ കടം ഒഴിവാക്കുക. കടമുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കുക. ഒരു പ്രത്യേക കഥയിലൂടെ അർക്കാദ് കടം തിരിച്ചടയ്ക്കാനുള്ള മാർഗം വിശദീകരിക്കുന്നു. ഡാബാസിർ എന്നൊരു മനുഷ്യൻ. അയാൾ കടത്തിൽ മുങ്ങിയിരുന്നു. കടക്കാർ എപ്പോഴും വാതിലിൽ. ഭയവും നാണവും കൊണ്ട് അയാൾക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. ഒരു ദിവസം അയാൾ ഒരു തീരുമാനമെടുത്തു. എല്ലാ കടക്കാരുടെയും അടുത്ത് ചെന്ന് സത്യസന്ധമായി തന്റെ അവസ്ഥ പറഞ്ഞു. ഒരു പദ്ധതി മുന്നോട്ട് വച്ചു. തന്റെ വരുമാനത്തിന്റെ 20% കടം തിരിച്ചടവിനായി മാറ്റിവെക്കും. 70% കുടുംബച്ചെലവിന്, 10% നിക്ഷേപത്തിന്. കടക്കാർ സമ്മതിച്ചു. മാസങ്ങളോളം ഡാബാസിർ ക്ഷമയോടെ കടം തിരിച്ചടച്ചു. ഒടുവിൽ എല്ലാ കടങ്ങളും തീർത്തു. അയാൾ ഒരു സ്വതന്ത്ര മനുഷ്യനായി. കടം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഡാബാസിറിന്റെ കഥ. ഭാഗ്യത്തിന്റെ യഥാർത്ഥ മുഖം. അർക്കാദ് ഭാഗ്യത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. പലരും കരുതുന്നത് ധനികരാകാൻ ഭാഗ്യം വേണമെന്നാണ്. എന്നാൽ അർക്കാദ് പറയുന്നു, ഭാഗ്യം എന്നത് അവസരം, തയ്യാറെടുപ്പിനെ കണ്ടുമുട്ടുന്നതാണ്. മടിയന്മാർ ഭാഗ്യത്തെ പഴിക്കുന്നു. ധനികർ അവസരങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഒരു അവസരം വന്നാൽ അത് പ്രയോജനപ്പെടുത്താൻ തയ്യാറുള്ളവർ മാത്രമേ വിജയിക്കൂ. അർക്കാദ് പറയുന്നു, ഒരു ദിവസം ബാബിലോണിലെ ചൂതുകളരിയിൽ വലിയൊരു ഭാഗ്യക്കുറി വിൽപ്പന നടന്നു. ആയിരക്കണക്കിന് ആളുകൾ ടിക്കറ്റുകൾ വാങ്ങി. വിജയ്ക്കൊരു വലിയ സ്വർണ്ണ നിധി ലഭിക്കും. പക്ഷെ വിജയ്ക്ക് ആ നിധി എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അയാൾ ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു. പണം കൈകാര്യം ചെയ്യാൻ അറിയില്ല. വർഷങ്ങൾക്കുള്ളിൽ അയാൾ എല്ലാ പണവും നഷ്ടപ്പെടുത്തി. പഴയ ദാരിദ്ര്യത്തിലേക്ക് തന്നെ മടങ്ങി. ഇതാണ് ഭാഗ്യത്തിന്റെ യഥാർത്ഥ രൂപം. തയ്യാറെടുപ്പില്ലാതെ ഭാഗ്യം വന്നാൽ അത് നിലനിൽക്കില്ല. അവസരങ്ങളെ തിരിച്ചറിയുക. അർക്കാദ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങളുടെ കണ്ണുകൾ തുറന്നിടുക, ചെവികൾ ശ്രദ്ധയോടെ സൂക്ഷിക്കുക. അവസരങ്ങൾ എല്ലായിടത്തുമുണ്ട്. എന്നാൽ അവ നിങ്ങളുടെ അടുത്ത് വന്ന് സ്വയം പരിചയപ്പെടുത്തില്ല. നിങ്ങൾ അവയെ തിരിച്ചറിയണം. നിങ്ങൾ തയ്യാറായിരിക്കണം. ധനികർ നിരന്തരം പഠിക്കുന്നവരാണ്. അവർ പുതിയ അറിവുകൾ തേടുന്നു, പുതിയ ആളുകളെ കണ്ടുമുട്ടുന്നു, പുതിയ ആശയങ്ങൾ പരിചയപ്പെടുന്നു. ഇതിലൂടെ അവർ അവസരങ്ങൾ കാണാനും പ്രയോജനപ്പെടുത്താനും പ്രാപ്തരാകുന്നു. പഠനത്തിന്റെ പ്രാധാന്യം. അർക്കാദിന്റെ ഏറ്റവും വലിയ സന്ദേശങ്ങളിലൊന്ന് പഠനത്തിന്റെ പ്രാധാന്യമാണ്. അദ്ദേഹം തന്നെ ഒരു കാലത്ത് ഒരു ദരിദ്ര ലേഖകനായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി കളിമൺ ഫലകങ്ങളിൽ എഴുതി ജീവിച്ചിരുന്ന ഒരാൾ. ധനികനാകാൻ അദ്ദേഹം തീരുമാനിച്ചു. ആദ്യം അദ്ദേഹം ചെയ്തത് ധനികരായ ആളുകളെ കണ്ടെത്തി അവരിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി. ഒരു ധനികനായ പണമിടപാടുകാരന്റെ അടുത്ത് ചെന്ന് തന്റെ അറിവിന് പകരം ജോലി ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ സമ്മതിച്ചു. അർക്കാദ് രാത്രികളിൽ ഫലകങ്ങൾ എഴുതി. പകൽ സമയത്ത് ആ പണമിടപാടുകാരനിൽ നിന്ന് പണത്തിന്റെ രഹസ്യങ്ങൾ പഠിച്ചു. ഇങ്ങനെയാണ് അദ്ദേഹം തന്റെ ജ്ഞാനം നേടിയത്. ഉപസംഹാരം. ബാബിലോണിലെ ഏറ്റവും ധനികൻ എന്ന ഈ പുസ്തകം 8000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണെങ്കിലും അതിലെ പാഠങ്ങൾ ഇന്നും പ്രസക്തമാണ്. കാരണം പണത്തിന്റെ നിയമങ്ങൾ മാറില്ല. അവ കാലാതീതമാണ്. ലാഭിക്കുക, ചെലവ് നിയന്ത്രിക്കുക, നിക്ഷേപിക്കുക, മൂലധനം സംരക്ഷിക്കുക, വീട് സ്വന്തമാക്കുക, ഭാവി സുരക്ഷിതമാക്കുക, സ്വയം വികസിപ്പിക്കുക. ഈ 7 തത്വങ്ങൾ ഏത് കാലഘട്ടത്തിലും ഏത് സംസ്കാരത്തിലും ഏത് സാമ്പത്തിക വ്യവസ്ഥയിലും പ്രവർത്തിക്കും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം മറ്റൊന്നാണ്. ഈ നിയമങ്ങൾ വായിക്കുക മാത്രം ചെയ്താൽ പോരാ, അവ ജീവിതത്തിൽ പ്രയോഗിക്കണം. അർക്കാദ് തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നു. ഇനി ആ വഴിയിലൂടെ നടക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ജ്ഞാനം പ്രവൃത്തിയില്ലാതെ വ്യർത്ഥമാണ്. പ്രവൃത്തി ജ്ഞാനമില്ലാതെ അപകടകരവും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുരാതന നഗരത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ വാക്കുകൾ ഇന്നും നമ്മുടെ ചെവികളിൽ മുഴങ്ങുന്നു. നമ്മളവ കേൾക്കുന്നുണ്ടോ? അതാണ് ചോദ്യം.